പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, എല്ലാവരും വളരെ ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുന്ന +1 ഫിൻ ടെസ്റ്റ് റാങ്ക് ലിസ്റ്റ് ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. ഇത്തവണ എല്ലാ തവണയും ഉണ്ടെങ്കിലും ഇത്തവണ പ്രത്യേകതയുള്ളത് എല്ലാ രക്ഷിതാക്കളും അതുപോലെ തന്നെ വിദ്യാർത്ഥികളും വളരെ ആവേശപൂർവ്വമാണ് നമ്മുടെ റിസൾട്ടിനെ കാത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കത് വ്യക്തമായി. കുറേ വിദ്യാർത്ഥികളും രക്ഷിതാക്കളൊക്കെ റിസൾട്ടിൻ്റെ കാര്യം അന്വേഷിച്ചു കൊണ്ടിരുന്നിരുന്നു നമ്മളോട്. അപ്പോൾ നമ്മൾ തന്നെ അത്രയും ഗൗരവത്തിൽ, അതായത് ഫിൻ ടെസ്റ്റ് എക്സാമിൽ എഴുതിയ മാർക്കിന് പുറമെ നോട്ട് ബുക്ക്, അതുപോലെ തന്നെ ക്ലാസ് ടെസ്റ്റ്, അതുപോലെ തന്നെ അറ്റൻഡൻസ് എന്നിവ സൂക്ഷ്മമായി പരിശോധിച്ച് ഒരു എക്സ്പേർട്സ് തന്നെ, ഒരു വിദഗ്ധമായ ഒരു ബോഡി തന്നെ ശ്രദ്ധിച്ചാണ് ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ചെറിയ മൈന്യൂട്ടായ കാര്യങ്ങളിലൂടെയാണ് റാങ്ക് കിട്ടുന്നതും റാങ്ക് നഷ്ടപ്പെടുന്നതും ഒക്കെ. ആദ്യ 10 റാങ്കുകളിൽ 24 പേരാണ് പ്രവേശിച്ചിരിക്കുന്നത്. അതിൽ ഓരോരുത്തരുടെയും പേര് ഓരോ ബ്രാഞ്ച് അടിസ്ഥാനത്തിൽ തന്നെ വിശദമായി ഇവിടെ അവതരിപ്പിക്കുകയാണ്. റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനായി നമ്മുടെ സ്റ്റാഫ് സെക്രട്ടറി ആയിട്ടുള്ള, അതുപോലെ തന്നെ കരുവാരക്കുണ്ട് ഡയറക്ടറുമായിട്ടുള്ള അഫ്സൽ സാറിനെ വളരെ ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. അപ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കിഴക്കൻ ഏറനാടിലെ ഏകദേശം 70ഓളം ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ +1 വിദ്യാർത്ഥികൾ തമ്മിൽ മാറ്റുരച്ച ഫിൻവേഴ്സിൻ്റെ ഫിൻ ടെസ്റ്റ് 2ൻ്റെ റിസൾട്ടാണ് പബ്ലിഷ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് റിസൾട്ടിലേക്ക് വരാം. നോക്കൂ, ഫസ്റ്റ് റാങ്കിൽ ഏകദേശം 7 വിദ്യാർത്ഥികളാണ് ഫസ്റ്റ് റാങ്കിലായിട്ടുള്ളത്. പേര് നമുക്ക് നോക്കാം. റിഫ ഫാത്തിമ KT വണ്ടൂർ ബ്രാഞ്ചിൽ നിന്നുള്ള വിദ്യാർത്ഥിയാണ്. അമൃത ഗോപാലകൃഷ്ണൻ നിലമ്പൂർ ബ്രാഞ്ചിൽ നിന്നുള്ള വിദ്യാർത്ഥിയാണ്. നെഷ KC വണ്ടൂർ ബ്രാഞ്ചിൽ നിന്നുള്ള വിദ്യാർത്ഥിയാണ്. ഇഷ KC വണ്ടൂർ ബ്രാഞ്ചിൽ നിന്നുള്ള വിദ്യാർത്ഥിയാണ്. ശ്രീലക്ഷ്മി നിലമ്പൂർ ബ്രാഞ്ചിൽ നിന്നുള്ള വിദ്യാർത്ഥിയാണ്. ഷഹാന ഷെറിൻ നിലമ്പൂർ ബ്രാഞ്ചിൽ നിന്നുള്ള വിദ്യാർത്ഥിയാണ്. ഷാമില K കരുവാരക്കുണ്ട് ബ്രാഞ്ചിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ്. ഏകദേശം നിങ്ങൾ നോക്കാം, 300-ൽ 300 മാർക്ക് നേടി. നമ്മൾ കേവലം മാർക്കിനപ്പുറത്തേക്ക് അവരുടെ അറ്റൻഡൻസ്, നോട്ട് ബുക്ക് ചെക്കിങ് ഇതൊക്കെ കൃത്യമായി പരിശോധിച്ചതിന് ശേഷം നമ്മൾ അനൗൺസ് ചെയ്യുന്ന ഈ റിസൾട്ടിൽ കറക്റ്റായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ റിഫ ഫാത്തിമ എന്ന വിദ്യാർത്ഥി, അതിൽ അമൃത ഗോപാലകൃഷ്ണൻ എന്നുള്ള വിദ്യാർത്ഥി. റിഫ ഫാത്തിമ കഴിഞ്ഞതിൽ 7ാം റാങ്കിൽ നിന്നാണ് 1ാം റാങ്കിലേക്ക് കയറി വന്നിട്ടുള്ളത്. അമൃത ഗോപാലകൃഷ്ണൻ 3ാം റാങ്കിൽ നിന്നാണ് 1ാം റാങ്കിലേക്ക് കയറി വന്നിട്ടുള്ളത്. നെഷ KCയും ഇഷ KCയും വണ്ടൂർ ബ്രാഞ്ചിൽ നിന്നുള്ള ഈ രണ്ട് വിദ്യാർത്ഥികൾ അവിടെ 1ാം സ്ഥാനം നിലനിർത്തിയിട്ടുണ്ട്. ശ്രീലക്ഷ്മി കഴിഞ്ഞതിലും ഫസ്റ്റ് റാങ്കിൽ നിന്നുള്ള വിദ്യാർത്ഥിയാണ്. എന്നാൽ ഷഹാന ഷെറിൻ കഴിഞ്ഞതിൽ 2ാം റാങ്കിൽ നിന്നാണ് നിലമ്പൂർ ബ്രാഞ്ചിലെ വിദ്യാർത്ഥിയായ ഷഹാന ഷെറിൻ 1ാം റാങ്കിലേക്ക് കയറി വന്നിട്ടുള്ളത്. ഷാമില K കരുവാരക്കുണ്ട് ബ്രാഞ്ചിൽ നിന്നുള്ള ഷാമില കഴിഞ്ഞതിൽ 4ാം റാങ്കിൽ നിന്നുള്ള വിദ്യാർത്ഥിയാണ് 1ാം റാങ്കിലേക്ക് വന്നിട്ടുള്ളത്. മുഴുവൻ മാർക്കും നേടിയ ഈ 7 വിദ്യാർത്ഥികളാണ് ഫസ്റ്റ് റാങ്കിലേക്ക് കയറിയിട്ടുള്ളത്. നമുക്ക് സെക്കൻഡ് റാങ്കിലേക്ക് പോവാം. നോക്കൂ, സെക്കൻഡ് റാങ്കിൽ 3 വിദ്യാർത്ഥികളാണുള്ളത്. കേവലം ചെറിയ മാറ്റം. നോക്കൂ, 299.5 മാർക്കിന്റെ മാറ്റത്തിലാണ് അവർ 2ാം റാങ്കിലേക്ക് പിന്തള്ളപ്പെട്ടിട്ടുള്ളത്. ഷിഖ V നിലമ്പൂർ ബ്രാഞ്ചിലുള്ള വിദ്യാർത്ഥിയാണ്. നെദ ഫാത്തിമ അത്തിക്കാവിൽ കരുവാരക്കുണ്ട് ബ്രാഞ്ചിൽ നിന്നുള്ള വിദ്യാർത്ഥിയാണ്. ഫഹ്മിദ KT വണ്ടൂർ ബ്രാഞ്ചിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ്. ശ്രദ്ധിക്കുക, 99.8% മാർക്ക് നേടി അവർ 2ാം റാങ്കിലേക്കാണ് അവർ എത്തിയിട്ടുള്ളത്. ഇനി 3ാം റാങ്കിലേക്ക് നോക്കാം. നോക്കൂ, 3ാം റാങ്കിൽ 3 വിദ്യാർത്ഥികളാണ്. ഫാത്തിമ ഷംറിൻ T വണ്ടൂർ ബ്രാഞ്ചിൽ നിന്നുള്ള വിദ്യാർത്ഥിയാണ്. ഫാത്തിമ നെജ്മ കരുവാരക്കുണ്ടിൽ നിന്നുള്ള വിദ്യാർത്ഥിയാണ്. ലിയോ സെബാസ്റ്റ്യൻ കാളികാവ് ബ്രാഞ്ചിൽ നിന്നുള്ള വിദ്യാർത്ഥിയാണ്. ഈ 3 വിദ്യാർത്ഥികൾ 3ാം റാങ്കിലേക്കാണ് എത്തിയിട്ടുള്ളത്. ഇനി 4ാം റാങ്കിലെ വിദ്യാർത്ഥികളിലേക്ക് നമുക്ക് പോവാം. 4ാം റാങ്ക് നേടിയ വിദ്യാർത്ഥി മിൻഹ TH കരുവാരക്കുണ്ട് ബ്രാഞ്ചിലുള്ള ഒരൊറ്റ വിദ്യാർത്ഥിയാണ്. മിൻഹ TH കരുവാരക്കുണ്ട് ബ്രാഞ്ചിൽ നിന്നാണ്. 5ാം റാങ്കിലേക്ക് നമുക്ക് നോക്കാം. 5ാം റാങ്കിൽ നിന്നുള്ള മേഹ്ന ഫാത്തിമയും കരുവാരക്കുണ്ടിൽ നിന്നുള്ള വിദ്യാർത്ഥിയാണ്. 99.2% മാർക്ക് നേടിയാണ് ഈ വിദ്യാർത്ഥി 5ാം റാങ്കിലേക്ക് എത്തിയിട്ടുള്ളത്. ഈ 5 വിദ്യാർത്ഥികൾക്കും, ആദ്യ റാങ്ക് നേടിയ 5 വിദ്യാർത്ഥികൾക്കാണ് നമ്മുടെ സമ്മാനമായിട്ടുള്ള ക്യാഷ് പ്രൈസുകൾ നൽകുന്നത്. ഫസ്റ്റ് റാങ്കിൽ 5000, സെക്കൻഡ് റാങ്കിൽ 4000, തേർഡ് റാങ്കിൽ 3000, ഫോർത്ത് റാങ്കിൽ നിന്ന് 2000, ഫിഫ്ത്ത് റാങ്കിന് 1000 രൂപ. ഇങ്ങനെയാണ് നമ്മുടെ ക്യാഷ് പ്രൈസുകൾ വരുന്നത്. ഇനി ആദ്യ 10 റാങ്കിലെ വിദ്യാർത്ഥികളാണ്. 800ഓളം വിദ്യാർത്ഥികൾ മാറ്റുരച്ച ഈ വലിയൊരു പരീക്ഷയിലുള്ള ആദ്യ 10 റാങ്ക് കിട്ടിയ വിദ്യാർത്ഥികൾ ആരാണെന്നാണ് നമ്മൾ നോക്കുന്നത്. 6ാം റാങ്കിലേക്ക് പോവാം. നോക്കൂ, 6ാം റാങ്കിൽ 3 വിദ്യാർത്ഥികളാണ്. അശ്വതി രാജ്യം K നിലമ്പൂർ ബ്രാഞ്ചിൽ നിന്നാണ്. മിൻഹ ഫാത്തിമ കരുവാരക്കുണ്ട് ബ്രാഞ്ചിൽ നിന്നാണ്. ഫാത്തിമ ഷിഫ്നയും കരുവാരക്കുണ്ട് ബ്രാഞ്ചിൽ നിന്നാണ്. നെക്സ്റ്റ് 7ാം റാങ്കിലെ വിദ്യാർത്ഥി ഫാത്തിമ ഹസ്രിനും കരുവാരക്കുണ്ടിൽ നിന്നുള്ള വിദ്യാർത്ഥിയാണ്. കരുവാരക്കുണ്ട് ബ്രാഞ്ചുകാരിയാണ്. 8ാം റാങ്കിൽ 2 വിദ്യാർത്ഥികളാണ്. ഫാത്തിമ സന C വണ്ടൂർ ബ്രാഞ്ചിലുള്ള വിദ്യാർത്ഥിയാണ്. മിഥുല T മുകുന്ദൻ അരീക്കോട് ബ്രാഞ്ചിലുള്ള വിദ്യാർത്ഥിയാണ്. 7 മാർക്കാണ് അവർക്ക് നഷ്ടപ്പെട്ടുള്ളത്.
നെക്സ്റ്റ് റാങ്കിലേക്ക് പോവാം. 9ാം റാങ്കിൽ ഫാത്തിമ നിഹ എം, വണ്ടൂർ ബ്രാഞ്ചിലുള്ള വിദ്യാർത്ഥിയാണ്. ഫാത്തിമ റദുവ എ, അരീക്കോട് ബ്രാഞ്ചിലുള്ള വിദ്യാർത്ഥിയാണ്. ഇനി 10ാം റാങ്കിൽ ഒരു വിദ്യാർത്ഥിയാണുള്ളത്, ദിയ ഫാത്തിമ പി, കരുവാരക്കുണ്ട് ബ്രാഞ്ചിലുള്ള വിദ്യാർത്ഥിയാണ്. അങ്ങനെ ഏകദേശം നേരത്തെ സാറ് സൂചിപ്പിച്ച പോലെ തന്നെ 24 വിദ്യാർത്ഥികളാണ് ആദ്യ 10 റാങ്കിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. +1 ഫിൻ ടെസ്റ്റ് 2വിൻ്റെ റിസൾട്ട് പ്രഖ്യാപനം ഏറെ എക്സൈറ്റഡ് ആയിരുന്നു. 1ാം റാങ്ക് നേടി 7 വിദ്യാർത്ഥികൾ, ആദ്യത്തെ 5 റാങ്കിൽ 15ഓളം വിദ്യാർത്ഥികൾ, ആദ്യ 10 റാങ്കിൽ ഓവറോൾ 24ഓളം വിദ്യാർത്ഥികൾ. +1 ഫിൻ ടെസ്റ്റ് 2വിനെ +1ലെ വിദ്യാർത്ഥികൾ എത്രത്തോളം ഗൗരവത്തോടെയാണ് ഏറ്റെടുത്ത് എന്നതിൻ്റെ കൃത്യമായ സാക്ഷ്യപത്രം. ഫിൻവേഴ്സിലെ ടീമിനും അതിലെ അധ്യാപകർക്കും ഏറെ അഭിമാനിക്കാവുന്ന മുഹൂർത്തം. അതോടൊപ്പം +1 ഫിൻ ടെസ്റ്റ് 2വിനെ ഏറെ ഗൗരവത്തോടെ ഏറ്റെടുത്ത് പരമാവധി ആത്മാർത്ഥമായി പഠിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്ന ഈ സ്ക്രീനിന് പുറത്തുള്ള 100ൽ പരം വിദ്യാർത്ഥികളുണ്ട്. അവർ ചെറിയ മാർക്കുകളുടെ വ്യത്യാസത്തിലാണ് അവർ ആദ്യ റാങ്കുകളിൽ നിന്ന് പുറത്തു പോയത്. അവരുടെയും കഠിന പ്രയത്നത്തെ ഫിൻവേഴ്സ് വിലമതിക്കുന്നു, അവരെയും അഭിനന്ദിക്കുകയും ചെയ്യുന്നു. വരാനിരിക്കുന്ന 2025-26 +1 ബോർഡ് എക്സാമിൽ കൂടുതൽ കരുത്തോടെ ശക്തരായി തിരിച്ചു വരണമെന്ന് ഫിൻവേഴ്സിലെ മുഴുവൻ വിദ്യാർത്ഥികളോടും സ്നേഹപൂർവ്വം ഉണർത്തുന്നു, ആശംസിക്കുന്നു.